ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് ക്യാരറ്റ് തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും പോകുന്നൊരു ക്യാബേജിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ അരിയുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ വാട്ടർ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുക്കുമ്പോൾ ആ ഭാഗം കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാബേജ് നമ്മൾ നീളനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടൊരു വലിയ ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാബേജിലൊക്കെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഇതിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അതിൽ നിന്ന് ക്യാബേജ് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ തോരനിലേക്കായിട്ട് അതെടുക്കാൻ. ആ ഒരു സമയം കൊണ്ട് നമ്മളോട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽമുളക് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നല്ലോണം മുരിയിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 2 സവോള ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതാണ്. ചെറിയ സവോളയായിരുന്നു, വലുതാണെങ്കിൽ 1 സവോള എടുത്താൽ മതിയായിരിക്കും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് 4 പച്ചമുളക് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളനരിഞ്ഞതും അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തോരനിൽ പിന്നെ പച്ചമുളകിൻ്റെ എമൗണ്ട് കുറച്ച് മുന്നിട്ട് നിൽക്കണമെങ്കിൽ നല്ലതായിരിക്കും. നല്ല എരിവുണ്ടെങ്കിൽ തോരനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് തേങ്ങ ചിരകിയത് 5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ തേങ്ങ ചിരകിയതൊക്കെ ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് അതിൽ മിക്സായിട്ട് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ക്യാബേജ് നമുക്ക് നോക്കാം. ക്യാബേജിൽ കണ്ടപ്പോൾ വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ക്യാബേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ക്യാബേജ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തോരൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കുറച്ചുകൂടെ ഇടാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഞാൻ കുറച്ച് ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 1 ക്യാരറ്റ് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാവുന്നതാണ്. ആ ഒരു ഓറഞ്ച് കളർ അതിൽ മിക്സായിട്ട് വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് തോരനിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പണിയില്ല. ക്യാബേജും ക്യാരറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ ഈ ഒരു ക്യാബേജ് ക്യാരറ്റ് തോരൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.